ഈ വർഷത്തെ ആദ്യ പോഡ്കാസ്റ്റാണ് മച്ചാൻസ് പോഡ്കാസ്റ്റിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും 2026 ആദ്യ പോഡ്കാസ്റ്റ്. പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളെ മറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദ മെയിൻ തിങ്, എല്ലാവരും തിരക്കാണ്, നമ്മളും കുറച്ച് തിരക്കിലായിപ്പോയി. ഇന്ന് നമ്മളോടൊപ്പം ഈ വർഷത്തെ ആദ്യ ഗസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഒരു ബോഡി ഗാർഡാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ബോഡി ഗാർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സെലിബ്രിറ്റിയുടെ പിറകിൽ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് അയാൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി. പക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തിയേ അല്ല ഇദ്ദേഹം. വൈറ്റ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബോഡി ഗാർഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ബോഡിയില്ലേ, ആ ബോഡിയുടെ ഗാർഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മോർച്ചറിയിലെ ബോഡിയുടെ ഗാർഡായിട്ട് നിൽക്കുന്ന വ്യക്തി. ആൻഡ് ഹീ ഈസ് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി. കണ്ണൻ ബ്രോ, നമസ്കാരം. നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചാണ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ശരിക്കും ഈ ജോലി എങ്ങനെ കിട്ടിയ, മോർച്ചറിയിൽ ബോഡികൾക്ക് ഗാർഡായിട്ട് നിൽക്കുന്ന ഒരു ജോലി? വളരെ അവിചാരിതമായി വന്ന ഒരു ജോലിയാണ്. കാരണം ഞാൻ ഈ പ്രദേശത്ത്, നമ്മൾ ജനിച്ചു വളർന്ന പ്രദേശമാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്താ പറയണ്ടേ, മോർച്ചറിയിൽ നമ്മുടെ കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ജോലി കിട്ടി. പിന്നെ മോർച്ചറിയിലോട്ട് വന്നത് നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ. ഈ മോർച്ചറി ജോലിയൊക്കെ എല്ലാവർക്കും പേടിയാണ് കോവിഡ് സമയത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ദിവസേന ഒരു 130 ബോഡി വരെ നമ്മൾ റിലീസ് ചെയ്ത ദിവസങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു അവിചാരിതമായി ഒരു എന്താ പറയണ്ടേ, അന്നത്തെ സൂപ്രണ്ട് നമ്മുടെ ശർമ്മ സാറ് ഇങ്ങനെ ഒരു ഇതുണ്ട്, നീ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അന്ന് അങ്ങ് ഓക്കെ പറഞ്ഞ് കയറിയതാ. ഇപ്പം ഏകദേശം 7 വർഷമായി. അടിപൊളി. ബ്രോ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് കണ്ണൻ ബ്രോയുടെ വീടുണ്ട്. അതായത് എൻ്റെ വീടും എൻ്റെ ഓഫീസിന്റെ അടുത്താണ്. വഞ്ചൂരാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ ആ വഴി പോകുമ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കായിരുന്നു, ഇവിടെ എനിക്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ, ഇവിടെ എന്നെ നിക്കറിട്ടോണ്ട് പോകുന്ന ടൈമിലൊക്കെ. പക്ഷെ ദൈവാനുഗ്രഹം 2 കിലോമീറ്റർ പോലും ഇല്ല, ഏകദേശം 2 മിനിറ്റ്, അങ്ങനെ വേണം പറയാം. 2 മിനിറ്റ് എനിക്ക് വീട്ടിൽ നിന്ന് നേരെ ഓഫീസിൽ പോയാൽ മതി. ദൈവാനുഗ്രഹമാണ്. ദൈവം എനിക്ക് സാധിച്ചു തന്നു. ബ്രോ അങ്ങനെ ആ മോർച്ചറിയുടെ മെഡിക്കൽ കോളേജിന്റെ സൈഡിൽ കൂടെ പോകുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചില്ല? അങ്ങനെയല്ല, കാരണം നമ്മളെ ഈ രാവിലെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കളിക്കാനൊക്കെ പോകും. ഈ പഴയ മോർച്ചറിയുടെ അവിടെ എന്ന് പറഞ്ഞാൽ കുറെ ഫോട്ടോകളൊക്കെ ഇങ്ങനെ ചുമരില്, നമ്മൾ പഴയ ഒരു മനുഷ്യരുടെ ഫോട്ടോ ഒക്കെ ഒട്ടിക്കുന്ന ഒരു ഇതാണ് പഴയ മോർച്ചറി. ഈ മരണപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കള് അപ്പൊ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ മതിലിൽ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കും. അപ്പം പഴയ മോർച്ചറിയുടെ കാര്യം പറയണം. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് നടന്നു പോകുന്നത്. അപ്പൊ അതൊക്കെ കണ്ട് പോകുമ്പോൾ ആലോചിച്ചിട്ട് ഇതിനകത്തൊക്കെ എന്ന് ഇനി കയറാൻ പറ്റും എന്നൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ ഒരു സാഹചര്യമായിരിക്കാം, ലാസ്റ്റ് മോർച്ചറിയിൽ തന്നെ ഒരു ചെറിയ ജോലി കിട്ടി. അവിടുത്തെ സുരക്ഷാ ജീവനക്കാരനായി. കയറി കഴിഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ മോർച്ചറിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴേ ഒരു ഇരുണ്ട ഒരു അന്തരീക്ഷമാണ്. ചെന്ന് കയറുമ്പോഴേ എന്താ ഇവിടെ മറ്റേ കുറേ ഇതൊക്കെ വാരിയിട്ട് കയറുമ്പോൾ തന്നെ ഒരു മൂകതയാണ്. അപ്പം ഇവിടെ ജോലി കിട്ടി കഴിഞ്ഞപ്പം എന്തുകൊണ്ട് നമുക്ക് മാറി ചിന്തിച്ചുകൂടാ? ഒരു സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും കാണുമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തെ ഒരു മെഡിക്കൽ കോളേജ്, ഒരു ഹോസ്പിറ്റൽ, ഇത്രയും കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് മാറി ചിന്തിച്ചുകൂടാ എന്ന് ആലോചിച്ചതിന്റെ ഒരു ഫലമാണ് ഇപ്പൊ കാണുന്ന മോർച്ചറി എന്ന് പറയുന്നത്. ചേട്ടാ, സാധാരണ നമ്മൾ ഈ മോർച്ചറി എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുമ്പോൾ മോർച്ചറിയുടെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ പുക, ഭയങ്കര ഇരുട്ട്, അതിനകത്ത് വെള്ള തുണി വെച്ച് തലക്കെട്ട്, സാധാരണ അത് കാണുമ്പോൾ നമുക്ക് പേടിയാണ് പറഞ്ഞത്. സത്യത്തിൽ മോർച്ചറി പേടിക്കേണ്ട ഒരു സ്ഥലമാണോ? ഒരിക്കലും അല്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ജനിച്ചു വളർന്നത് നമ്മൾ ഒരുപാട് കണ്ട് ഒരു മനസ്സൊക്കെ കണ്ട് ഇത് ഏത് രീതിയിൽ മാറ്റാമെന്ന് ചിന്തിച്ചപ്പോ നമ്മുടെ പഴയ സൂപ്രണ്ട് നിസാർ സാർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു ഐഡിയയില് റിസപ്ഷൻ വെറും എന്താ പറയുക, ഒരു റൗണ്ട് ടേബിളും ഒരു കസേരയിട്ട് തുടങ്ങിയൊരു മോർച്ചറിയാണ്. അപ്പൊ അതിന്റെ റിസപ്ഷൻ ഏരിയ ടൈലൊക്കെ ഇട്ട് ഒരു റിസപ്ഷൻ ഏരിയ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി മാറ്റം വരുത്തിക്കൂടാ. അങ്ങനെ കുറച്ച് മീന്, ചെറിയ അലങ്കാര മത്സ്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഘട്ടമായിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ച് ചെടികള് വാങ്ങിച്ചു വെച്ചോളാം.
അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇന്ന് ചിന്തിച്ചാണ് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആക്കി മോർച്ചറി. ഇപ്പോഴെന്ന് പറയുന്ന കുറെ ചെടികള്, അലങ്കാര മത്സ്യം, ചുവർ ചിത്രങ്ങള് അങ്ങനെയൊക്കെ മാറി. കാരണം പെട്ടെന്ന് ഒരു വ്യക്തി ഒന്ന് കയറുമ്പോൾ ഇതെന്താ മോർച്ചറി തന്നെയാണ്. അങ്ങനെ പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ബോഡി നോക്കാൻ വേണ്ടി വന്നൊരു ഞാൻ മോർച്ചറിയിലല്ല വന്ന ലൈബ്രറിയിലാണോ അങ്ങനെ കുറെ ഭയങ്കര രസമാണ്. നമ്മളെ മെഡിക്കൽ കോളേജ് മോർച്ചറിയില് ജസ്റ്റ് സമയം കിട്ടുമ്പോൾ ജസ്റ്റ് പേടിക്കാതെ നിങ്ങളൊന്ന് പോയി നോക്കണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ശരിക്കും. തീർച്ചയായിട്ടും. അത് കാരണം നമുക്ക് ഏറ്റവും കാരണം പല മാനസികാവസ്ഥ വരുന്ന കുറെ ആളുകളാണ്. ഇപ്പം സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടിട്ട് വരുന്ന അച്ഛനമ്മമാരുണ്ടാവാം, അച്ഛനമ്മമാരെ നഷ്ടപ്പെടുന്ന മക്കളുണ്ടാവാം. അപ്പം അവരൊക്കെ നമ്മളെ ആ മോർച്ചറിക്ക് അകത്തുനിന്ന് കയറുമ്പോൾ ഈ ഒരു നിമിഷം അവരിങ്ങനെ പെട്ടെന്ന് അവരുടെ ആ മൈൻഡ് മാറി ഒരു നിമിഷം നമ്മുടെ ആ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ മനസ്സിലായി വരുമ്പോൾ നമ്മൾ ആ ചെയ്തതിനൊരു വിജയമായി കാണാൻ പറ്റും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഈ കേരളത്തിൽ എന്തായാലും ഒരു മോർച്ചറിയിലും ഇത്തരത്തിലുള്ള ഒരു റിസപ്ഷൻ ഏരിയയോ ഇങ്ങനെ ഒരു അങ്ങനെ വേറെ ഒരിടത്തും ഇല്ലെന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. അതിന് മെയിൻ നെടുന്തൂണായിട്ട് നിന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഈ ഒരു വ്യക്തി. കാരണം നമ്മളെ സാധാ ഒരു മോർച്ചറിയെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു മോർച്ചറി ഡെവലപ്പ് ചെയ്തെടുത്തതിന് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു മെയിൻ വ്യക്തിയാണ് ഇദ്ദേഹം. ശരിക്കും ഈ ഒരു 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 ഗാർഡാവുമ്പോൾ, ബോഡിയുടെ ഗാർഡാവുമ്പോൾ എല്ലാ ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇപ്പം എനിക്കൊരു ഗാർഡ് ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഞാൻ മുൻപ് പറഞ്ഞ പോലെ വളരെ അവിചാരിതമായിട്ടാണ് ഈ ജോലിയിലോട്ട് വരുന്നത്. ആരാ വന്ന് പറഞ്ഞത്? എന്തെങ്കിലും പത്രത്തിൽ ആഡും എല്ലാം കണ്ടോ? അല്ല, അങ്ങനെയല്ല. ഞാൻ നമ്മുടെ ഇവിടെ സാധാ ഒരു സുരക്ഷാ ജീവനക്കാരനായി കയറി. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് കയറി. അതിനുശേഷം ഈ മോർച്ചറിയിലെ ജോലിയിലോട്ട് വന്നതെന്ന് പറയുന്നത് എന്താ പറയുക, ഞാൻ പറഞ്ഞേ നേരത്തെ ആ അന്നത്തെ സൂപ്രണ്ടായ ശർമ്മ സാറിന്റെ ഒരു നിർദ്ദേശമാണ്. കാരണം പ്രാദേശികമായിട്ട് ഉള്ളൊരു വ്യക്തി എന്ന നിലയിലുള്ള ഒരു പരിഗണന ഇപ്പോൾ കിട്ടിയായിരുന്നു. കാരണം പ്രാദേശികമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവിടെ ജോലിക്ക് കയറുന്നത്. പിന്നെ ആ സാധ്യത കഴിയുമ്പോൾ കോവിഡ് വന്നു. അപ്പോൾ ആ കോവിഡ് സമയത്താണ് പൂർണ്ണമായിട്ട് മോർച്ചറി മാത്രമായി ജോലിക്ക് കയറിയത്. ചേട്ടാ, ആദ്യമായിട്ട് കാണുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ ജോലിയിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മൃതശരീരം എന്ന് പറയുന്നതിനെ പറ്റി വിവരിക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഞാൻ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പുതിയ മോർച്ചറി, പഴയ മോർച്ചറിയിൽ നിന്ന് മാറി പുതിയ മോർച്ചറി തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ആദ്യത്തെ ബോഡി എന്ന് പറയുന്നത് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബോഡിയായിരുന്നു. ആദ്യത്തെ ബോഡി, അതായത് പുതിയ മോർച്ചറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അമ്മയും കുഞ്ഞുമാണ് വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ മൃതശരീരം ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വൈകാരികതയാണ്. പക്ഷെ നമുക്ക് അവിടെ ആ ജോലിയുമായിട്ട് നിൽക്കുമ്പോൾ നമുക്കത് പുറമേ കാണിക്കാൻ പറ്റത്തില്ല. അതിപ്പം ഈ അവിടുത്തെ ഒരു സുരക്ഷാ ജീവനക്കാരനായ ഞാൻ ഉൾപ്പെടെ അവിടുത്തെ ഒരുപാട് സുരക്ഷാ ജീവനക്കാരുണ്ട്. ആ മോർച്ചറിക്ക് അകത്ത് അറ്റൻഡർമാരുണ്ട്, മോർച്ചറി ടെക്നീഷ്യന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്. എല്ലാവരുടെയും മാനസികാവസ്ഥ സെയിം തന്നെയാണ്. അത് എന്താ പറയണ്ടേ, നമ്മളെ വന്ന് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അമ്മയും കുഞ്ഞുമാണ്. അപ്പോൾ ആ വന്ന സമയത്ത് എല്ലാവർക്കും ആദ്യം പുതിയ മോർച്ചറി തുടങ്ങി പഴയ നിന്ന് മാറി പുതിയത് വന്നിട്ട് പോലും ആദ്യത്തത് ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെയും പോസ്റ്റ്മോർട്ടം ആണ് ആദ്യം നടത്തിയത്. അപ്പം അതൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്, പക്ഷെ അത് പുറമേ കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് അവിടെ വരികയാണ്, ആ ബോഡി അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ ചെയ്യേണ്ട? അല്ല, നമ്മുടെ ആദ്യം പ്രൊസീജിയർ ഇപ്പോൾ വാർഡിൽ നിന്ന് മരണപ്പെടുകയാണെങ്കിൽ ആ ബോഡി നേരെ മോർച്ചറിയിൽ സൂക്ഷിക്കും. ഈ മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പോലീസാണ്. അതായത് പോസ്റ്റ്മോർട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ബോഡിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പോലീസാണ്. അത് എവിടെയാണോ ക്രൈം നടന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ ബോഡി കൊണ്ടുവരുന്നത് ആ പ്രദേശത്തെ പോലീസായിരിക്കും ആ ബോഡിയുടെ കസ്റ്റോഡിയൻ. ഇപ്പം വെഞ്ഞാറമൂട് വെച്ച് ഒരു ആക്സിഡന്റ് നടന്ന ആ പ്രദേശത്തെ പോലീസായിരിക്കും ആ ബോഡിയുടെ കസ്റ്റോഡിയൻ. ഇപ്പൊ ഒരു വീട്ടില് ഒരു വ്യക്തിയെ സുഖമില്ലാതെ ഇപ്പം ബാലരാമപുരത്തുനിന്ന് കൊണ്ടുവരികയാണ്. ആ വരുന്ന വ്യക്തി ആ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മരണപ്പെടുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് മരണപ്പെടുകയും ചെയ്യുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസാണ് അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ചേട്ടാ, നമുക്ക് ഒരു ബോഡി മൃതശരീരം എത്ര ദിവസം വരെ നമുക്ക് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ പറ്റും? സാധാരണഗതിയിൽ നമ്മുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുമ്പോൾ പിറ്റേ ദിവസം എല്ലാ ബന്ധുക്കളും വന്ന് പിറ്റേ ദിവസം തന്നെ
അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാവിലെ മരണപ്പെടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ അവർ വന്ന് അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുപോകാറുണ്ട്. പോസ്റ്റ്മോർട്ടം ഇല്ലെങ്കിലും അവർ വീട്ടിലെ സാഹചര്യം പോലെ അവർ വന്ന് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഈ അൺനോൺ അൺക്ലെയിംഡ് ബോഡീസ് ഉണ്ട്, അതായത് അജ്ഞാത മൃതദേഹം. അത് സ്വാഭാവികമായിട്ടും 14 ദിവസമാണ് പറയുന്നത്. കാരണം ഒരു ആള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഓൺ പോലീസ് സ്റ്റേഷൻ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത് ഒരു പത്രത്തിൽ കൊടുത്ത് അവരുടെ ഒരു പോലീസിന്റെ നടപടിക്രമങ്ങളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പോലീസ് നമുക്ക് സർക്കാർ ചെലവിൽ മറവ് ചെയ്യാൻ വേണ്ടി കത്ത് തരും. അങ്ങനെ കുറച്ച് അതാണ് ബോഡിയുടെ ആ ഒരു കാലതാമസം. 14 ദിവസം വരെയാണ് പരമാവധി പറയുന്നത്. അത് പിന്നെ പോലീസിന്റെ നടപടിക്രമങ്ങൾ കഴിയുന്ന മുറയ്ക്ക് കൊണ്ടുവരും. ഞാൻ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി, ശരിക്കും എന്തോ ഇവിടെ മാന്ത്രിക കൈ നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ജ്യൂസ് കൊണ്ടുവന്നു. മാന്ത്രിക കൈ പുള്ളിയെ കാണിക്കില്ല, പുള്ളിയുടെ ബ്രേസ്ലെറ്റ് മാത്രമേ ഒന്ന് പൊക്കി കൊണ്ടുവന്നേ. കൈ കുറച്ച് പൊക്കിയേ, അല്ല പൊക്ക് അജിത്തെ കുറച്ച്. ഇതാണ് ഈ കൈ മാത്രമേ നമുക്ക് കാണുള്ളൂ. കൊണ്ടുവന്ന സാധനം ഒന്ന് ക്യാമറയിൽ കാണിച്ചേ, പൊക്കിയേ, കുറച്ച് പൊക്കി കാണിക്ക്. ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്ക്, ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ഓക്കെ ഡൺ. ടിക്കാണ്. ഓക്കെ വെച്ചോ. ശരി ചേട്ടാ, ശരിക്കും ഇപ്പോൾ ജ്യൂസ് കൊണ്ടുവന്ന സാറിന് ഗസ്റ്റിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ വെള്ളം കുടിക്കേണ്ട അവസ്ഥ, നമ്മളെല്ലാവരും വെള്ളം കുടിക്കേണ്ട അവസ്ഥ ഉണ്ട്. കാരണം ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, ഒരാൾ മരണപ്പെട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നു, അതായത് ചിതയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അദ്ദേഹം ചാടി എണീക്കുന്നത്, അങ്ങനെ ജീവനൊക്കെ പെട്ടെന്ന് തിരിച്ചു വന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മോർച്ചറിയിൽ അങ്ങനെ കൊണ്ടുവന്ന ആൾക്ക് പെട്ടെന്ന് തിരിച്ചൊരു ജീവൻ വെച്ച കഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല അല്ലേ? ഈ 8 വർഷത്തിനിടയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും നേരത്തെ ഇങ്ങനെ? ഇല്ല. കാരണം ഞാനേ പറഞ്ഞു, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളെന്ന നിലയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം ചില ആളുകൾ ഇവിടെ മോർച്ചറിയിൽ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്, രാത്രി കാലങ്ങളിൽ സൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട്. ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിലും രാത്രികാലങ്ങളിൽ വളരെ ചെറുപ്പകാലം മുതൽ ഈ മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഹോസ്പിറ്റലിന്റെയും മോർച്ചറിയുടെയും ഭാഗത്ത് കൂടി നടക്കുന്ന ആളെന്ന നിലയിലും ഈ 8 വർഷത്തിനിടയ്ക്ക് മോർച്ചറി ജോലി ചെയ്യുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാത്രി മോർച്ചറിയിൽ കിടന്നിട്ട് വരെ ഉണ്ട്. ഒറ്റയ്ക്ക്. അവിടെ നിന്ന് ഒറ്റയ്ക്കല്ല, കൂടെ നമ്മുടെ കുറച്ച് മൃതശരീരങ്ങളുണ്ട്. പക്ഷെ ആ ശരീരങ്ങളിൽ നിന്നൊന്നും ഞാൻ ഒരു ശബ്ദം പോലും ഞാൻ കേട്ടിട്ടില്ല ഈ 8 വർഷത്തിനിടയ്ക്ക്. അത് ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടാണ്. ആക്ച്വലി ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തോ ആസ്ട്രോളജിസ്റ്റോ അങ്ങനെ എന്താണ്, ആസ്ട്രോളജിസ്റ്റാണ്. പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മോർച്ചറിയുടെ ഫ്രണ്ടിൽ ഇപ്പം കൊല്ലത്തായാലും ട്രിവാൻഡ്രത്തായാലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാത്രി നിന്ന് കഴിഞ്ഞാൽ പല ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ അങ്ങനെ ഉണ്ടാകത്തില്ല എന്നത് എൻ്റെ അനുഭവങ്ങൾ. കാരണം ഞാൻ 8 വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞു രാത്രി ചില കാര്യങ്ങൾ, ജോലിപരമായ കാര്യങ്ങളിൽ രാത്രി അവിടെ കിടന്നിട്ടുള്ള വ്യക്തിയാണ് ഒറ്റയ്ക്ക്. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒരു ശബ്ദം പോലും കേട്ടിട്ടില്ലല്ലോ. ഏറ്റവും സ്വസ്ഥമായി ഉറങ്ങുന്ന സ്ഥലം മോർച്ചറിയായിരുന്നു. മച്ചാൻ, എനിക്ക് തോന്നുന്നു ഈ സിനിമാക്കാര് ഉണ്ടാക്കിയെടുത്ത ഒരു കോൺസെപ്റ്റ് ആയിരിക്കും അതൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ പുള്ളി സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുമല്ല, പോഡ്കാസ്റ്റ് അല്ല, ഇന്റർവ്യൂ. സയൻസ് ഉണ്ട് അതിനെപ്പറ്റി. ഈ ഗ്യാസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം. ഞാനും പറഞ്ഞില്ലേ, ഞാൻ ഈ 7.5 വർഷത്തിനകത്ത് ഞാൻ ഈ നെഗറ്റീവ് ഫീൽ എനിക്ക് വന്നിട്ടില്ലല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് വരണ്ടേ. ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്, നമ്മൾ രാവിലെ മുതൽ ഏതൊക്കെ തരം മൃതദേഹങ്ങൾ കാണുന്നുണ്ട്, എല്ലാം ഫ്രീസറിൽ വെക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, അവിടെ ഇൻക്യൂസ് റൂം കാണുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നില്ലല്ലോ, നെഗറ്റീവ് ഫീൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമായിട്ടാണ് തോന്നുന്നത്. എപ്പോഴിങ്ങനെ പേടിച്ച് ഞെട്ടി എണീക്കേണ്ട അവസ്ഥ വീട്ടിൽ കിടക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അങ്ങനെയൊന്നും ആരെങ്കിലും വന്ന് ഇതേപോലെ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. എന്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങനത്തെ പരിപാടിയൊന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ശരി, എപ്പോഴെങ്കിലും മരണപ്പെട്ട ഒരാളിനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അല്ല, എന്തിനാ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു, അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളെ ബോഡിയാണ്. അത് മാനസികമാണ്, നമ്മളെ മനുഷ്യനാണ്. അപ്പൊ നമുക്ക് ആ കുഞ്ഞുങ്ങളെ ബോഡികൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രയാസമാണ്. ഞാനെന്നല്ല, ആ മോർച്ചറി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ഉള്ളില് ടച്ച് ചെയ്യുന്നത്, മനസ്സിൽ ടച്ച് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ബോഡി ചെയ്യുമ്പോഴാണ്. അത് പ്രസവിച്ച് ഒരു ദിവസം മുതൽ തുടങ്ങുന്ന, പ്രസവം മുതലുള്ള അതിനെ വയറ്റിനകത്ത് മരിക്കുന്ന കുട്ടികളടക്കം പല സാഹചര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ബോഡികളുണ്ട്. അത് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലാണ്
ഈ ബോഡി ഇൻക്വസ്റ്റ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അകത്ത് കയറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞൊക്കെ ഇറക്കുമ്പോൾ നമുക്ക് ആ കുഞ്ഞിൻ്റെ ശരീരം കാണുമ്പോൾ നമ്മളെ എല്ലാവരുടെ മനസ്സിലും ഒരു വിഷമം ഉണ്ടായിരിക്കാറുണ്ട്. അത് നമുക്കെന്താ പറയണ്ടേ, പറയാൻ പറ്റത്തില്ല. ആ വിഷമം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ കഴിയുമ്പോൾ ഈ പറയുന്ന ഒരു മനസ്സിൽ ചില മുഖങ്ങൾ നമ്മുടെ കണ്ണിൽ ഉറങ്ങുമ്പോഴും കാണാറുണ്ട്. അത് അങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ പ്രത്യേകം അത് ചില കുഞ്ഞുങ്ങളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോഴോ കാണുമ്പോൾ ഫേസ് കണ്ടാണ് നമ്മൾ ആ ചില കുട്ടികളുടെ മുഖങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ വരാറുണ്ട്. അത് സത്യമായ കാര്യമാണ്. അത് നമ്മൾ ബാക്കി ഉള്ള ഇങ്ങനെ ഭീകരമായിട്ട് പേടിക്കുന്നു അങ്ങനെയല്ല. കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണുമ്പോൾ ഒരു മാനസികമായ ഒരു വിഷമം ഉണ്ടാവും. ചിലപ്പോൾ അത് 1-2 ദിവസം ഇങ്ങനെ അത് വല്ലാതെ അതൊരു വല്ലാത്തൊരു പ്രശ്നം. ചേട്ടനിപ്പോൾ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇമോഷൻ ചില സമയത്ത് അടക്കി പിടിച്ചൊക്കെ നിന്നിട്ടുണ്ടാവാം. എന്നിട്ടും അറിയാണ്ട് തന്നെ കൈവിട്ട് പോയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അതായത് ഭയങ്കരമായിട്ട് വിഷമിക്കേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ്? ഈ കുഞ്ഞുങ്ങളുടെ കേസ് നമ്മുടെ ആ കുഞ്ഞുങ്ങളുടെ കേസിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത്. ഈ എന്താ പറയണ്ടേ, ജനിച്ച് വീണിട്ട് കാരണം നമ്മുടെ ആ വിഷമം മനസ്സിലാക്കാം. ഈ 10 മാസം ആ കുഞ്ഞിനെ ചുമന്ന് പ്രസവിച്ചിട്ട് ആ അമ്മയുടെയും അച്ഛൻ്റെയും അവസ്ഥയൊക്കെ പല അച്ഛന്മാരും വന്ന് കരയുന്ന ഒരു കണ്ണുനീര് ചിലവർ അടക്കി പിടിച്ച് നിൽക്കുന്ന അവസ്ഥയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളെ കേസിലൊക്കെ. കാരണം ഈ നമുക്ക് കണ്ട് അതാണ് ഏറ്റവും കൂടുതൽ മനസ്സിനെ ഒലയ്ക്കുന്ന സാധനം കുഞ്ഞുങ്ങളുള്ളത്. കാരണം ആ ഒരു അമ്മ കഷ്ടപ്പെട്ട് അത്രയും ദിവസം കഷ്ടപ്പെട്ട് 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചിട്ട് അശ്രദ്ധയാവും അതോ എന്തെങ്കിലും കാര്യങ്ങളാവാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബോഡിയും കൊണ്ടുവരുന്ന അച്ഛനമ്മമാർ, അവളുടെ ബന്ധുക്കൾ, അവരുടെ ഒരു എന്താ പറയണ്ടേ, അത് നമുക്ക് പുറത്ത് പറയാനും പറ്റത്തില്ല. അത് നമുക്കങ്ങനെ പെട്ടെന്ന് എന്താ പറയണ്ടേ, ഒരു വല്ലാത്തൊരു വൈകാരികമായ ഫീലാണ്. ചേട്ടൻ എങ്ങനെയൊക്കെയാ ഈ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ ടൈമിൽ? അത് കുറച്ച് മനക്കെട്ടിയായി. ഇതൊക്കെ കണ്ട് മനക്കെട്ടിയായി. പിന്നെ അവിടുത്തെ ജോലി എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ആ ബോഡിയുടെ ഉത്തരവാദിത്വം. അതായത് അവിടെ ഇരിക്കുന്ന മൃതശരീരം നമ്മുടെ ഡോറിന് വെളിയിൽ ഇറങ്ങുന്നത് വരെ നമ്മുടെ കസ്റ്റഡിയിലാണ്. പോലീസ് കസ്റ്റഡിയിലാണ്. പക്ഷെ മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ പുറത്തിറങ്ങുന്നത് വരെ അതിൻ്റെ ഓരോ ഒരു ചെറിയ തെറ്റ് പോലും വലിയ വിവാദമാകേണ്ട സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും കെയർ ചെയ്ത് മാത്രമേ അവിടെ ജോലി ചെയ്യാൻ പറ്റൂ. അത് വലിയൊരു ഒരു കാര്യം കൊണ്ട് ചോദിച്ചു പോവാണ് ചേട്ടാ, നമ്മുടെ ഈ ട്രിവാൻഡ്രം മോർച്ചറിയിൽ ഏതെങ്കിലും വിദേശിയുടെ മൃതശരീരം സൂക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഒരു ഫ്രാൻസ്, പിന്നെ USA ആണല്ലേ? ഇവിടെ കോവളത്തൊക്കെ വരുന്ന വിനോദസഞ്ചാരികളുണ്ടല്ലോ. കോവളത്തൊക്കെ വിനോദസഞ്ചാരികളുണ്ട്. വർക്കല ബീച്ച് അവിടെയൊക്കെ മരണപ്പെട്ടിട്ട് കൊണ്ടുവന്നു. പക്ഷെ വിദേശി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം നടപടിയെല്ലാം കഴിഞ്ഞേ ഈ ബോഡി കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന് ഒരുപാട് നിയമ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പോലീസാണ്. നമ്മളുമായിട്ട് യാതൊരു ഇതുമില്ല. പക്ഷെ പോലീസ് ക്ലിയറൻസ് എല്ലാം മേടിച്ച് വരുമ്പോൾ പോലീസിനാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അവർക്ക് കുറേ എംബസിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അങ്ങനെ കുറച്ച് നൂലാമാലകൾ ഇതെടുത്ത് കഴിച്ചു നോക്ക്. കാന്താരിയുണ്ട്, ജമൈക്കനും ഉണ്ട്, സാദയുണ്ട്, ടിക്ക. അതൊന്ന് ആ ടൂത്ത് പിക്കിലെടുത്ത് ഒന്ന് കുത്തി കഴിച്ചു നോക്കുക. അതിന്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുക. ബാർബിക്യൂ സ്പേസിന്റെ സ്പെഷ്യൽ സാധനങ്ങളാണ് അതൊക്കെ. അതെ. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഹൊറർ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണംബ്രോയ്ക്ക് പുച്ഛം തോന്നാറുണ്ടോ? ഇതൊക്കെ എന്നിങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട്. പുച്ഛമല്ല, അത് ഓരോ ആൾക്കാരുടെ മനസ്സിന്റെ കട്ടിയാണ്. നമ്മളിപ്പം ഒരു ആളെ ഇപ്പം നമ്മൾ ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ വന്നാലേ പെട്ടെന്നൊരു ഇതാക്കി കഴിഞ്ഞാൽ ആരായിരുന്നാലും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഞെട്ടും. വീട്ടില് കൊച്ചൊക്കെ പറയാറുണ്ട്, അച്ഛന് പേടിയെന്ന് പറഞ്ഞ സാധനം ഇല്ല അച്ഛാന്ന് ചോദിക്കാറുണ്ട്. എന്ത് കണ്ടിരുന്നാലും അച്ഛന് പേടിയൊന്നും ഇല്ല അച്ഛാ? ഇല്ല മക്കളെ, പേടിയില്ല. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം അങ്ങനെ വേറെ ഇതൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. ഓക്കെ. ചേട്ടാ, ഈ ജോലിയിൽ കയറുന്നതിന് മുന്നേ ചേട്ടൻ എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ?
അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ജോലി കയറുന്നതിന് മുമ്പാണ് ഓഹി അപ്പൊ ആ സമയത്തൊക്കെ നമ്മളിവിടുത്തെ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളിവിടെ എന്താ പറയണ്ടേ, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ആ സമയത്ത് SI ഗില്ലാൽ സാർ, ഇപ്പൊ CA ആണ് അദ്ദേഹം. അപ്പൊ ഗില്ലാൽ സാറൊക്കെ നമ്മളെയാണ് ഹെൽപ്പിന് വിളിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയണ്ട, ഒരു വിഷയം വരുമ്പോൾ പോലീസുകാർക്ക് പ്രാദേശികമായി നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണ്ടി വരും. അതും ഓഹി പോലുള്ള വലിയൊരു എന്താ പറയണ്ടേ ഒരു ദുരന്തമുണ്ടായ സമയത്ത്. അപ്പം സാറിന്റെ എന്താ പറയണ്ടേ, സാറ് തന്നെ സാറിനെ ഒരുപാട് ഈ ബോഡി എടുക്കാനും പോസ്റ്റ്മോർട്ടത്തിന് ഇൻക്വസ്റ്റ് നടത്താനൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ തോന്നുന്നു തന്നെ നമ്മുടെ പേടി എന്ന് പറയുന്ന സാധനം നമുക്ക് ഇല്ലാതായി. അതുപോലെ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോ ചില സമയത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടി വരൂലേ. അപ്പോൾ സങ്കടം വരുന്നത് പോലെ തന്നെ നമുക്ക് ദേഷ്യവും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ മോർച്ചറിയുടെ ഫ്രണ്ടിലുള്ള പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് ഇവനിട്ട് 2 കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് തോന്നി. അടിയൊക്കെ നടക്കാറില്ലേ ബോഡിക്ക് വേണ്ടിയിട്ട്? അങ്ങനെ തമ്മിൽ അടി ഉണ്ട്. അയ്യോ, ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുപോലെ ഈ പറയുന്ന ഇമോഷൻ നമുക്ക് വരാറുണ്ട്. കാരണം ഈ ഒരു മൃതശരീരം കൊണ്ട് വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഒരു അച്ഛനോ അമ്മയോ ആയിക്കോട്ടെ, ഈ ബോഡി കൊണ്ട് വെച്ചിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ആണല്ലേ, സ്വത്തിന് വേണ്ടിയിട്ടാണോ? സ്വാഭാവികമായിട്ടും ആ സമയത്തല്ലേ, ആ സമയത്തൊക്കെ നമ്മൾ നേരെ ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വിളിച്ച് പറയും. അവിടെ നിന്ന് പോലീസ് വന്ന് 2 ടീമുകളെയും ഇതാക്കി വിടും. പക്ഷെ അതിനകത്ത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നത് ഒരു ഈ സ്വത്തിന്റെ പേരിലുള്ള ഒരു അമ്മയും അച്ഛനെയും, അല്ലെ അമ്മയോ അച്ഛനോ ആരും ആവട്ടെ, മക്കളാണ് തമ്മിലടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത്. കാരണം ആ അച്ഛനും അമ്മയും വളർത്തി ഇത്രയും വലുതാക്കിയിട്ട് സ്വത്തിന്റെ പേരിലായിരിക്കാം പല കാര്യങ്ങളും. നമ്മളത് എന്താ പറയണ്ടേ, പൊതുസമൂഹം വിലയിരുത്തേണ്ട കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. കാരണം ഒരുപാട് അങ്ങനെ ഇഷ്ടം. പിന്നെ അതുപോലെ അനാഥ മന്ദിരങ്ങളോ ആണല്ലോ, അനാഥ മന്ദിരങ്ങളിലെ അമ്മയെയും അച്ഛന്മാരെയും കൊണ്ട് തള്ളിയിട്ട് മരണപ്പെട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ ഉണ്ടായ അനുഭവമാണ്. ഒരു അമ്മയുടെ ബോഡി എടുത്തു വെക്കാൻ പോലും, ആ മരണപ്പെട്ട് വാർഡ് വെച്ച് മരണപ്പെട്ട് അറിയിച്ചതിന് ശേഷം ആ ബോഡി എടുത്ത് ഒന്ന് മോർച്ചറിയുടെ ഫ്രീസറിൽ വെക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന മക്കളുള്ള സ്ഥലമാണ് നമ്മളെ നാട്. പക്ഷെ ആ സമയത്തൊക്കെ ആ മക്കൾ ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കാൻ പറ്റില്ല, നമ്മുടെ ജോലി ഉറപ്പായിട്ടും. പക്ഷേ അപ്പം പക്ഷെ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നാടിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടെ. അതെ, നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കണം ഭയങ്കരമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അത് കടിച്ചു പിടിച്ചിട്ട് നമ്മൾ ആ ഒരു അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളൊരു സ്ഥാപനം ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ജോലിയോടുള്ള ആത്മാർത്ഥതയും വേണം. പക്ഷെ ഈ ചില കാര്യങ്ങളിൽ കടിച്ച് തിന്നാനുള്ള ദേഷ്യം വരും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതാ സത്യം. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ ചോദിക്കുന്നതാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഡെഡ് ബോഡി എന്തിൻ്റെങ്കിലും ഭാഗമായിട്ട് മോഷണ ശ്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മൾ അങ്ങനെ, അതായത് നമ്മുടെ ഫ്രീസറിനകത്ത് ബോഡി കയറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ബോഡിയുടെ കസ്റ്റോഡിയൻ പോലീസാണ്. ആ പോലീസ് വന്നിട്ട് മാത്രമേ ആ ബോഡിയുടെ കെട്ടുപോലെ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആ ബോഡിയിലൊന്നും നമ്മൾ കെട്ടി പൊതിഞ്ഞാണ് ഈ ബോഡി ഫ്രീസർ വെക്കുന്നത്. അതിൻ്റെ കസ്റ്റോഡിയൻ പോലീസാണ്. ആ പോലീസ് വന്നാൽ മാത്രമേ ആ ബോഡി തുറന്ന് കാണിക്കത്തുള്ളൂ. അങ്ങനെയാണല്ലേ, അല്ലാതെ നമുക്ക് ആർക്കും അതിനകത്തൊന്നും ലോക്ക് പോലെയൊക്കെ അത്യാവശ്യം ലോക്കല്ല, ലോക്ക് തന്നെയാണ്. പക്ഷെ ഫ്രീസറിനകത്ത് പക്ഷെ അത് വെച്ചെന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും അതൊന്നും ചെയ്യാൻ പറ്റും. ആശിക്കേ, എപ്പോഴെങ്കിലും മോർച്ചറിയിൽ പോകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം കാണേണ്ട ബോഡി നോക്കാൻ പോകുന്ന അവസ്ഥ വന്നിട്ടില്ല? ഞാൻ ഫ്രണ്ടിൽ പോയി നിന്നിട്ടുണ്ട്. ചുമ്മാ പോയി കാവൽ എന്നാണ് മീൻസ് എന്റെ കൊച്ചാപ്പ മരിച്ച സമയത്ത് ഇതുപോലെ പോയി നിന്നിട്ടുണ്ട് ബോഡി ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി. എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, എന്തെങ്കിലും ജീവിതത്തിൽ തിരിച്ചറിയണമെങ്കിൽ ജസ്റ്റ് മെഡിക്കൽ കോളേജിന്റെ എമർജൻസി വാർഡിൽ ചെന്ന് നിന്നാൽ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അപ്പൊ ജീവിതം എന്താണെന്ന് തിരിച്ചറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല, തീർച്ചയായിട്ടും മോർച്ചറിയിൽ വന്നാൽ മതി ജീവിതം എന്താണെന്ന് മനസ്സിലാവും. കാരണം ഇതിനകത്ത് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് ഇപ്പം നമുക്ക് പൈസ ഉണ്ടോ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നാളെ രാവിലെ ഇന്ന് പോയി കിടന്ന് നാളെ രാവിലെ നമ്മൾ എണീറ്റെന്ന് പറയാം. അത് മാത്രമാണ് ജീവിതം. അതാണ് ഈ 8 വർഷത്തിനകത്തെ അനുഭവം എന്ന് പറയുന്നത്.
ഈ പറയുന്ന ഞാനുൾപ്പെടെ നിങ്ങളായിരുന്നാലും നമ്മൾ രാവിലെ എണീറ്റ് മാത്രമേ എണീറ്റ് എന്ന് പറയാൻ പറ്റൂ. കാരണം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കുറച്ചാൾ മുമ്പ് ഒരു പയ്യൻ ടൂറ് പോയതാണ്. രാവിലെ 3 മണിക്ക് എണീറ്റ് വീട്ടിൽ നിന്ന് ടൂറിന് പോയി. പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയി. എത്ര വയസ്സ് വരും? 18-19. പക്ഷേ വൈകുന്നേരം 3 മണിയായപ്പോൾ ആ പയ്യൻ്റെ ബോഡി തിരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോവുക. ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. രാവിലെ ഒരു വിനോദയാത്രയ്ക്ക് പോയി, വൈകുന്നേരം 3 മണിയായപ്പോൾ ബോഡി വീട്ടിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ. അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ യുവതലമുറകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം ലഹരി ഉപയോഗങ്ങൾ. കാരണം അത് ഒരുപാട്, കാരണം ഈ 2026 പോലും ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും. ആക്സിഡന്റ് കേസാണോ സൂസൈഡ് കേസാണോ അതോ സാധാ മരണമാണോ കൂടുതലും നമ്മുടെ മോർച്ചറിയിൽ? കഴിഞ്ഞ വർഷം ആക്സിഡന്റ് എല്ലാ കേസുകളും ഉണ്ട്. ആക്സിഡന്റ് ഉണ്ട്, ഹാങ്ങിങ് വരാറുണ്ട്. ഹാങ്ങിങ് കൂടുതലാണ് ആണല്ലേ? ഹാങ്ങിങ് ഒക്കെ ഇപ്പോഴത്തെ എന്താ പറയണ്ടേ, നമ്മൾ ഇത്രമാത്രം ക്യാമ്പയിൻസും കാര്യങ്ങളും ആൾക്കാരെ മനസ്സിലാക്കി കൊടുത്തിട്ടും അത് ഭയങ്കരമായിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന പ്രശ്നത്തില് അത് പെട്ടെന്ന് ഔട്ട് ഓഫ് മൈൻഡ് ചെയ്തു പോകുന്നതാണ്. ആ ഒരു കൺട്രോൾ വിട്ടുപോയി ചെയ്തു പോകുന്നതാണ്. ഒരു നിമിഷത്തെ തോന്നൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പല കാര്യങ്ങളും അവിടെ വരുമ്പോൾ, കാരണം നമ്മുടെ ഈ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് പല ആൾക്കാരെ കാണാൻ പറ്റും. ഈ മോർച്ചറിയുടെ മുൻവശത്താകുമ്പോഴേ പലതരം ആൾക്കാരാണ് വരുന്നത്. അപ്പം അതായത് ഒരു ബോഡി വരുമ്പോൾ ആ ബോഡിയിലൂടെ അച്ഛന്മാർ കാണാം, ചിലപ്പോൾ കൊച്ചിച്ചന്മാർ, അനിയന്മാർ, ചേട്ടന്മാരൊക്കെ വരാം. പക്ഷേ രാത്രി വരെ ഒരുമിച്ചിരുന്നവർ രാവിലെ ആകുമ്പം മരണപ്പെട്ടു വരുമ്പോൾ അവരുടെ വൈകാരികമായ കുറേ നിമിഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ആ മോർച്ചറിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കാരണം വരുന്ന ആളുകളുടെ ഇമോഷൻ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മോർച്ചറിയുടെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. കാരണം നമ്മളാണ് ആ ബോഡിയെല്ലാം എഴുതി അകത്ത് പോയി ബോഡി ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അവിടെ ഉള്ളവരുടെ ഓരോ വൈകാരികമായ നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങൾ അവർ തരണം ചെയ്യുന്ന പല രീതിയിലാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാവാം, ചിലവർ കടിച്ച് പിടിച്ച് നിൽക്കുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ട്. ഒരു മനക്കെട്ടി കുറഞ്ഞൊരാൾക്ക് ചേട്ടൻ ഈ തൊഴിൽ റെക്കമെൻഡ് ചെയ്യുമോ? ഒരു സ്റ്റാഫ്, മോർച്ചറിയുടെ സ്റ്റാഫ് എന്നല്ലോ, അതോ അത് താനെ ആര് വന്നാലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത്? കുറച്ച് പാടാണ്. നമ്മുടെ ആ ഒരു ജോലിക്ക് അതിൻ്റെതായ ഒരു വഴക്കൊണ്ട് ഇത് വേണം എന്നാണ് എൻ്റെ ജീവിതാനുഭവം, എക്സ്പീരിയൻസ്. കാരണം ഈ നമ്മുടെ മോർച്ചറിക്കകത്ത് അറ്റൻഡർമാരൊക്കെ ഉണ്ട്. അവരും വന്ന് ഈ ചിലവർ കുറച്ച് ദിവസം നിൽക്കുമ്പം തിരികെ പോകാറുണ്ടല്ലേ. അങ്ങനെ. കാരണം എല്ലാവർക്കും അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരുന്നില്ല. ചേട്ടാ, അതുപോലെ തന്നെ ഈ ന്യൂ ഇയർ സമയത്തൊക്കെ ആക്സിഡൻസ് കൂടുതലായിട്ട്, ഇപ്പൊ ചേട്ടൻ 8 വർഷം കൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ന്യൂ ഇയർ സമയത്തൊക്കെ ആക്സിഡൻസിന്റെ എണ്ണം കൂടുതലാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ വർഷം പൊതുവിൽ അങ്ങനെ ഉണ്ട്. ആക്സിഡന്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ന്യൂ ഇയറിന്റെ സമയത്ത്. എല്ലാ വിശേഷ സമയങ്ങൾ വരുമ്പോഴും ആക്സിഡന്റ് കൂടുതലാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ചിലപ്പം നിരപരാധികളും അതിൽ പെടാറുണ്ട്. അത് ആക്സിഡന്റ് കേസുണ്ട്. ആക്സിഡന്റ്, ഹാങ്ങിങ് എല്ലാം ഇതിന്റെ ഒരു പുറക്കി വരുന്നുണ്ട്. ഈ ഒരു വർഷം 365 ദിവസം ഉണ്ടെങ്കിൽ ആ 365 ദിവസവും ഒരു മൃതശരീരം അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? എന്നും ഇങ്ങനെ വരാറുണ്ട്. ഞാൻ ഈ വർഷം എല്ലാ ദിവസവും ഉണ്ടാവും. അങ്ങനെ ഒരു മിറാക്കിൾ നടന്നിട്ടില്ല ഒരു ദിവസം ബോഡി? ഇല്ല. ഒരു ബോഡി ഒരു തവണ ഇതൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ബോഡി വന്നിട്ടുണ്ട്. അന്നിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അല്ല, ഈ ഇടയ്ക്ക് റീസറായിട്ട് ഇടയ്ക്ക് ആകെ 2 കേസേ ഉള്ളായിരുന്നു. രാവിലെ മുതൽ ചുമ്മാ ഇരുന്ന് വൈകുന്നേരം ആയപ്പോൾ 2-3 കേസ് മനസ്സിൽ വിചാരിക്കാറുണ്ട്. കാരണം ഇന്ന് വരല്ലേ, അങ്ങനെ ഒന്നും കാണരുത് വിചാരിക്കാൻ ഒരു ചാൻസ് ഇല്ല. കാരണം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും വരാതിരിക്കാനായിരിക്കുമല്ലോ ശ്രമം. ഒന്നും വരല്ലേ പറയത്തുള്ളൂ. പക്ഷേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അനുസരിച്ച് മനസ്സിലായി. ഈ ഹാങ്ങിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴേ, നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ ചില സമയത്ത് എൻ്റെ കോളേജ് ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഞാൻ ഭയങ്കര തകർന്നു പോയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വീട്ടിൽ ഇരുന്ന് വിഷമിക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ടെൻഷൻ അടിച്ചു, ഇവനെ വേണമെങ്കിൽ അണ്ണൻ്റെ വീട്ടിൽ കൊണ്ടോ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് മരിക്കാൻ പേടിയാണ്.
എനിക്ക് ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ആ ഒരു വിഷമ സിറ്റുവേഷനിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ ചുറ്റും ഒരുപാട് സപ്പോർട്ടിന് ആളുകളുണ്ട്. ഞാൻ ആ സമയത്ത് അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് തരാം, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, എന്ത് പറയണം, അച്ഛനമ്മ, ഉമ്മ വാപ്പ എന്നൊക്കെ പറയുന്നത് എന്ത് ഭയങ്കര ഒരു സപ്പോർട്ടാണ് തന്നത് ആ സമയത്ത് തന്നെ. ഭയങ്കരമായിട്ട് എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ നടന്നത്. അപ്പൊ ഷിഫിനൊക്കെ അങ്ങനെ പിരിവിട്ട് പോയ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അങ്ങനെ അല്ല, ഈ മരണത്തെ പറ്റിയിട്ട് അങ്ങനെ വല്ല നിങ്ങൾക്കറിയാലോ അത് ഇടയ്ക്ക് വെച്ചിട്ട് അത് മരണത്തെ അങ്ങനെ ചിന്തിച്ചോ നീ? അല്ല, നമുക്കങ്ങനെ ബ്ലാങ്ക് ആയി പോവല്ലോ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത അവസ്ഥ. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ, പുള്ളിക്കാരനെ ഞാൻ ആദ്യം വിളിച്ചിട്ട് എനിക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞ്, നീ വാ എന്ന് പറഞ്ഞ് നേരെ ക്ലബ് എഫ് എമ്മിൻ്റെ ഓഫീസിൽ പോയിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഞാൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ഫ്രണ്ടിൽ കിടക്കണ സോഫയിൽ ഓർമ്മയുണ്ട്. സോഫയിൽ നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നില്ല, പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ അതൊക്കെ അങ്ങനെ ആശിക്കിന് അങ്ങനെ ഒരു പിരിവിട്ട് പോകുന്ന സിറ്റുവേഷൻ അങ്ങനെ അത്രയും ഇതായിട്ട് വന്നില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചിലരുടെ സംസാരിക്കുമ്പോഴേ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവം. നമുക്ക് ഈ പറഞ്ഞ പോലെ നിന്നും എനിക്ക് തോന്നുന്നു അതൊരു, ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ല അത് ചെയ്യാൻ നമുക്ക് പേടിയാണ്, ആ പേടി എനിക്ക് എപ്പോഴും ഉണ്ട്, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും. പക്ഷെ അതുള്ളവർക്ക് ചില സമയത്ത് നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമ്മുടെ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പം അറിയാണ്ട് തന്നെ നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചു. അതായത് നമ്മുടെ ഇമോഷൻ നമ്മളെ ഇന്റലിജൻസിന് ഇങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്നൊക്കെ പറഞ്ഞില്ല, കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. അങ്ങനെ ബ്രേക്ക് അങ്ങനെ വല്ല പിരിവിട്ട് പോകുന്ന സിറ്റുവേഷൻ വല്ല വന്നിട്ടുണ്ടോ? അല്ല, എനിക്കും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ പല അനുഭവങ്ങളും വെച്ചിട്ടേ ഈ ഒറ്റ നിമിഷത്തെ ചിന്തയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ആണ് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറ. കാരണം ഈ ഒരു 12 വയസ്സ് മുതലുള്ള കുട്ടികൾ ഈ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? അത് സത്യം പറഞ്ഞാല് നമുക്കൊക്കെ മാനസികമായിട്ട് കാരണം ഒരു 12 വയസ്സ് വരെയൊക്കെ ഒരു അച്ഛനും അമ്മയും ആ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിട്ട് ഒരു 12-18 വയസ്സിനും ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മരണനിരക്കൊക്കെ നല്ല രീതിയിൽ കൂടുതലാണ്. കാരണം എന്തുകൊണ്ട് ഈ 12ാമത്തെ വയസ്സിലൊരു കുട്ടി ഹാങ് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല ആരും. ആദ്യത്തെ 2 ദിവസം ചിലപ്പം ചാനലിലൊക്കെ എഴുതി കാണിക്കും 12 വയസ്സായ കുട്ടി മരണപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഒരു റീസൺ കണ്ടെത്താൻ ഇതുവരെയായിട്ടും ആരും എന്തെങ്കിലും കണ്ണുബ്രോയ്ക്ക് ഒരു ഉപദേശം അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് പല റീസൺ. കാരണം നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ഈ വരുന്നതിന്റെ പല റീസൺ നിസ്സാര കാര്യങ്ങളല്ല. മൊബൈൽ കൊടുത്തില്ല, അമ്മ വഴക്ക് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. കാലാകാലങ്ങളിലായിട്ടുള്ള സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പം അതൊക്കെ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മുടെ നാട്ടിലെ സാഹചര്യം വെച്ച് ബോധവൽക്കരണം നടത്തും എന്ന് വിചാരിക്കുന്നു. ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം 12 വയസ്സായ കുട്ടിക്ക് എങ്ങനെ ഹാങ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അതാലോചിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ അച്ഛനമ്മമാരൊക്കെ വന്നവിടെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നീറ്റലാണ്. കാരണം നമ്മളെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്. എനിക്കൊരു മോളാണ്. അപ്പം നമ്മളും മോക്ക് 8 വയസ്സായി. ഇപ്പം നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരികയാണ്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചിന്ത കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്നു? ആത്മഹത്യ എന്ന് പറയുന്നത് അത് നമ്മൾ എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് തിരുത്തപ്പെടേണ്ടതാണ്. അത് വരുന്ന വർഷങ്ങളിലെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. മനസ്സിലായി. നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു വഴക്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഒറ്റ നിമിഷം അല്ലാതെ പല കുട്ടികളും ഒരു എന്താ അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മൊബൈലാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം 12 വയസ്സായ കുട്ടിയൊക്കെ ഏത് രീതിയിലായിരിക്കും ഹാങ്ങിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ശരിയാണ്, സ്വാഭാവികമായിട്ട് മൊബൈൽ തന്നെ. മനസ്സിലായി. അല്ലാതെ എന്തായിരുന്നാലും ആ കുട്ടികളൊന്നും അത്തരത്തിൽ ചിന്തിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് അവിടുത്തെ അത് കുറേയൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചേട്ടാ, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ചോദിക്കുകയാണ്. ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു സംഗതിയാണ് സംഭവം. നമ്മൾ ഈ ട്രെയിനൊക്കെ തട്ടി മരിക്കൂലേ, ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ. ഇപ്പോൾ ട്രെയിനൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല കൊലത്ത് തിരിച്ച് കിട്ടൂല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ മോർച്ചറി സൂക്ഷിക്കുക? സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ശരീരമൊക്കെ ചിന്നി ചിതറിയാണ്. ട്രെയിൻ തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരം ചിന്നി ചിതറിയായിട്ട്. കാരണം പോലീസ് അതിനകത്ത് നമ്മൾ പറയേണ്ട
ഈ പറയുന്ന നമ്മളെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് പോലീസുകാരാണ്. കാരണം ഈ രാത്രികാലങ്ങളിലൊക്കെ ട്രിവാൻഡ്രത്ത് നല്ല ഇത് റൺ ഓവർ ഭയങ്കരമാണ് ഈ ട്രെയിൻ തട്ടിയാൽ. രാത്രി കാലങ്ങളിലൊക്കെയാണ് ചെന്ന് നിന്ന് അവർ ടാർപോളിനോ പായലും ഒക്കെയാണ് ചുരുട്ടി എല്ലാം കൂടി എടുത്ത്, കാരണം സ്വാഭാവികമായും ചിത്രയായിരിക്കും വരുന്നത്. മനസ്സിലായി. അപ്പം ആ ശരീരങ്ങൾ അതൊക്കെ നമ്മൾ തിരിച്ച് ഇൻക്വസ്റ്റിന് വേണ്ടി നമ്മുടെ ഇൻക്വസ്റ്റ് റൂമിലാണ് ഇരുന്നത്. നമ്മുടെ മോർച്ചറിക്കകത്ത് ഇൻക്വസ്റ്റ് റൂമുണ്ട്. അവിടെ തുറന്നിടുമ്പോഴാണ് നമ്മളെ മനസ്സൊക്കെ അങ്ങ് കല്ലായി പോകും. കാരണം നമ്മുടെ മനുഷ്യ ശരീരമാണ്, ഒന്നും കാണത്തില്ല, അങ്ങ് ഒരു ചിതറി ഒരു എല്ലാം കൂടി കൂട്ടിയെടുത്തൊക്കെ വരുമ്പോൾ അത് തിരിച്ച് തുറന്നു വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലായി മാനസികമായിട്ട് ഇതാണ്. എപ്പോഴെങ്കിലും ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരാൾ ഹാങ് ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ റെയിൽവേ ട്രാക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പല രീതിയിലാണ്. ചിലർ ചാടുന്നവരുണ്ടാവാം, ചിലർ ഈ കയറി ചിന്നിച്ചെതറിയും പോകും. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതിന് പിന്നെ തിരിച്ച് ഈ പറയുന്ന കണക്കാണ് ഈ ചിന്നിച്ചിതറിയ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയിട്ട് അതിനെ ഏകദേശം ഒരു രൂപമാക്കിയിട്ടാണ് പിന്നെ കൊടുക്കുന്നത്. അതിനകത്ത ജീവനക്കാർക്കും ഉണ്ട് കഷ്ടപ്പാട്. ഡോക്ടർമാരും അറ്റൻഡർമാരും ടെക്നീഷ്യന്മാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സംഘം, പോലീസ് ഒക്കെ. നമ്മുടെ ആ ഒരു മോർച്ചറി ജീവിതമാണെങ്കിലും ഇതെല്ലാം എല്ലാവരുമായിട്ടും കണക്ട് ചെയ്താണ് പോകുന്നത്. ഈ എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും ആരാധന ഉണ്ട്. ഈ നമുക്ക് ഇഷ്ടപ്പെട്ട ആരാധിക്കുന്ന ആൾക്കാർ, സെലിബ്രിറ്റീസ് ആവാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ബോഡി അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ? സിനിമ സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? നമ്മുടെ ടീച്ചറല്ലേ, സുഗതകുമാരി ടീച്ചർ മരണപ്പെട്ട സമയത്ത് കോവിഡായിരുന്നു. അപ്പം ആ സമയത്ത് അവിടെ ജോലി ചെയ്ത് എല്ലാ അവസാനം ആ മൃതശരീരം ഏറ്റുവാങ്ങിയത് അന്നത്തെ വാർഡ് കൗൺസിലർ DR അല്ലേട്ടുണ്ട്. ആ ചേട്ടനും ഞാനും കൂടി നമ്മളാണ് PP കിറ്റ് ബോഡി മോർച്ചറിയിൽ നിന്ന് എടുത്ത് വാർഡിൽ നിന്ന് എടുത്തിട്ട് ശ്മശാനത്തൊക്കെ കൊണ്ടുപോയത്. അതാണ് ഒരു നമ്മളിനി എത്ര വലിയവരെന്ന് പറഞ്ഞിരുന്നാലും നമ്മളൊക്കെ ആരുമല്ല എന്ന് തിരിച്ചറിഞ്ഞ കുറേ ദിവസങ്ങളാണ് അതൊക്കെ. നമ്മൾ എത്ര വലിയ ആളെന്ന് പറഞ്ഞിരുന്നാലും ആ കോവിഡ് സമയത്തൊക്കെ ടീച്ചറെ പോലുള്ള ഒരു വ്യക്തിക്ക് ആ സമയത്ത് മരണപ്പെടുമ്പോൾ എന്താ പറയണ്ടേ, ആ ഒരു ഇത് വികാരം വേറൊരു രീതിയായിരുന്നു. പിന്നെ നമ്മളെ തന്നെ അത് ഏറ്റുവാങ്ങി അവരെ ബന്ധുക്കളെല്ലാം ശ്മശാനത്ത് വന്നു. അവിടെ വെച്ചായിരുന്നു പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ജോലിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ജോലിയെ സ്നേഹിക്കും, നമ്മുടെ ജീവിത സാഹചര്യമാണ് ഈ. അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ എന്തിനീ ജോലി ചെയ്യുന്നത്, മാറിക്കൂടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ ആരെങ്കിലും? അങ്ങനെ പറയാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതൊരു തമാശയായിട്ട് എടുത്ത നമ്മള് തമാശയായിട്ട് പറയുന്നത്. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഞാൻ അവിടുത്തെ ജോലി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൃതശരീരമാണ്. അപ്പം അതിന് നമ്മളൊരു ബഹുമാനം നമ്മളെന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ചില ബോഡികൾ ഈ ജീർണാവസ്ഥയിലൊക്കെ ബോഡി വരാറുണ്ട്. മരണപ്പെട്ട് 4-5 ദിവസവും ഒരുപാട് ദിവസം. അപ്പോൾ അത്തരത്തിലുള്ള ബോഡികൾ വന്ന് നമ്മൾ ആ ബോഡി ചിലപ്പോൾ എടുത്ത് വെക്കുകയും അത് ചിലപ്പോൾ സാഹചര്യം നമ്മളതിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കേണ്ടിയൊക്കെ വരും. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു ഗന്ധം ഉണ്ടാവും. മനസ്സിലായി. അപ്പം നമ്മളെ അവിടെ ജോലി കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി പോയിരുന്നാലും കുറച്ച് സമയം നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഈ ജീർണാവസ്ഥയിലാവുമ്പോൾ അത് നമുക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ പുറമേ ഉള്ള ആൾക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു സുഹൃത്ത് വളരെ തമാശയായിട്ടാണ് പറയുന്നത്. ആ സുഹൃത്ത് പറഞ്ഞത്, നിന്നെ എന്താ ശവം നാടുന്നുണ്ടോ? അപ്പം ആ തമാശക്ക് ചോദിച്ചിരുന്നതാണെങ്കിൽ പോലും ആ ഒരു നിമിഷം നമുക്കതൊരു മനസ്സിലൊരു വിങ്ങല് ഉണ്ടാവും. തമാശ ചോദിച്ചാണ്, ഞാനിത് തമാശയായിട്ട് തന്നെ പറഞ്ഞ. പക്ഷെ അങ്ങനെ ചോദിക്കുന്നവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാളെ നമ്മളും ഇതേ അവസ്ഥയിൽ വന്നുകൂടായില്ല. അങ്ങനെ ചോദിക്കും നമ്മൾ. അവർ തമാശയ്ക്ക് ചോദിക്കുന്നതാണെങ്കിലും പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അത് അങ്ങനെയാ. ഇത് തമാശയ്ക്ക് പറഞ്ഞ തമാശയാണ്. ഈ കേക്കട സുഹൃത്തും ചിലപ്പം ഇത് കേട്ടിട്ട്
അല്ല പുള്ളിക്ക് മനസ്സിലാവും. വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു മോർച്ചറി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല. ഇതിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ലൈബ്രറി, പാട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിഷ് ടാങ്ക്, കുറെ ചിത്രം വര, ഇനിയും കുറെ അധികം സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒന്നും വിട്ടു പറയുന്നില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? കാലാകാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ്. ചിലപ്പം ഞാനല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ സംഭവിക്കാം. പ്രേതം ഉണ്ടെന്ന് ശരിക്കും ആശിക്ക് വിശ്വസിക്കുന്നുണ്ട്? ഇല്ല, ഒരു നെഗറ്റീവ് എനർജി കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? പക്ഷെ നമ്മുടെ വാപ്പമാരും ഉപ്പമാരും എല്ലാം ഒരുപാട് കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമ്മള് പൂച്ചാണ്ടി വരും, പിടിച്ചോണ്ട് പോകും എന്നൊക്കെ, അതൊക്കെ പേടിപ്പിക്കും. അങ്ങനെയാണെങ്കിലേ വേറൊരു കാര്യം പറയണം. കാരണം നമ്മുടെ ചെറുപ്പത്തില് വഞ്ചൂരിലെ താമസം, പാറ്റൂര് സെമിത്തേരി. അതെ, അയ്യോ ഞാൻ എന്റെ വൈഫിനെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം ഞാൻ പേടിപ്പിച്ചോ. അതെ, പണ്ടില്ലേ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ബെറ്റ് വയ്ക്കുന്നത് അങ്ങനെയാണ്. ധൈര്യം ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാറ്റൂർ സെമിത്തേരിയുടെ. കാരണം ആ പാറ്റൂർ ജംഗ്ഷനിൽ നമ്മൾ GH പോകും, ആ റൈറ്റ് സൈഡിൽ പണ്ട് സെമിത്തേരിയ, അതുവഴി നടന്നു കാണിക്കുന്നതാണ് പണ്ടത്തെ നമ്മുടെ പയ്യന്മാരുടെ ബെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി അവിടുത്തെ, ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി പ്രേതങ്ങൾ അവിടെ. ഈ മുൻകാലങ്ങളിൽ ഇപ്പൊ എന്റെയും നമ്മുടെ പഴയ മുത്തശ്ശന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രേതമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതാനുഭവത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ. എനിക്ക് പേടിയുണ്ട് പ്രേതത്തില്. പേടിയുണ്ടല്ലേ? കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവണമല്ലോ, എന്നാലേ അത് ബാലൻസ് ആയി പോകും. ഓജോ ബോർഡൊക്കെ അനങ്ങുന്നതൊക്കെ ഒറിജിനൽ ആണോ എന്തോ? അത് അല്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിട്ടുള്ള കഥകളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് എല്ലാവരും ഇത് പറയുന്നുണ്ട്. പക്ഷെ ഈ 8 വർഷത്തിനകത്ത് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്കൊരു ഓജോ ബോർഡ് കളിച്ചു നോക്കിയാലോ? അവിടെ നിന്ന് നമുക്ക് കളിക്കാം. അപ്പൊ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ. അതെ അതെ അതെ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇങ്ങനെ തന്നെ പോകാനാണോ അതോ വേറെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയല്ല. എനിക്ക് ഇത് മാത്രം, എനിക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം വേറെ കുറച്ച് വർക്കും കൂടി ഉണ്ട്. വെൽഡിങ്ങിന്റെ വർക്കൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വർക്കുണ്ട്. അപ്പൊ അതും ഇവിടുത്തെ ജോലി എല്ലാം കൂടിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അത്യാവശ്യം പണ്ടത്തെ ഒരു കില്ലാടിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാത്തിനും ഓടി നടന്ന്. അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു കുറച്ചാൾ പൊതുപ്രവർത്തകം എന്ന നിലയിൽ ആൾക്കാർക്ക് അറിയാം. ഞാൻ ഇങ്ങനെ കേട്ടു, കണ്ണം ബ്രോയെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മെഡിക്കൽ കോളേജിനകത്ത് ഞാൻ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് കില്ലാടി എന്ന് പറഞ്ഞേട്ടെ. കില്ലാടി നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പറയണ്ടേ, മായമച്ച മറ്റേ ഭയങ്കര സംഭവമാണ് കോളേജിൽ പഠിച്ചത്, അതുപോലെ കേട്ടിട്ടുണ്ട് ഞാൻ പേര്. ആള് അത്യാവശ്യം അടിപൊളിയാണെന്ന്. അങ്ങനെ ഈ പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഏത് രാത്രി വിളിച്ചാലും ഇറങ്ങി വരും, ഓടി വരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമയത്ത് ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. ഭാഗ്യം ജോലി കിട്ടിയത്. ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു. മൈമേശനെ ഇപ്പം നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുന്ന പല ഹീറോസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഇപ്പം കണ്ണൻചേട്ടൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനകത്തുള്ള ഡോക്ടേഴ്സ് ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് അവർ എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഒരു ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ആയിക്കോട്ടെ. അപ്പം അവരുടെ ആ ഒരു ഹെൽപ്പ് നമ്മുടെ ഈ മോർച്ചറിയിൽ എന്തുമാത്രം പ്രയോജനമൊക്കെ ചെയ്യാറുണ്ട്. അല്ല, ആംബുലൻസ് ഡ്രൈവർമാർ നമ്മൾ, കാരണം എല്ലാവരെയും ഇല്ല, ചിലവർക്ക് മാത്രമേ ഇതുള്ളൂ. കാരണം നമ്മളെ മോർച്ചറിയെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസുകാർ ബോഡി കൊണ്ട്, ഈ അൺനോൺ ബോഡി, ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ട്രെയിൻ തട്ടിയോ ഈ അൺനോൺ അൺക്ലെയിംഡ് ബോഡീസ് വരും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ ആ മോർച്ചറിയിൽ വന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ആംബുലൻസ് സുഹൃത്തുക്കളുണ്ട്. അവർ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ. കാരണം വേറെ ആരും കാണത്തില്ല, നമ്മളും കാണും, അവരും അത്. കാരണം ഇതൊക്കെ കാണുമ്പോഴേ ആൾക്കാരൊക്കെ മാറി നിൽക്കും. ഇപ്പം ഡീകമ്പോസ്റ്റ് വെള്ളത്തിൽ വീണത് ബോഡിയും ഇങ്ങനെ ഇതുമെല്ലാം വരുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം മാറി നിൽക്കും. ചിലപ്പോൾ നാറ്റം സ്മെല്ല് കാരണമായിരിക്കും, ഇതായിരിക്കും. പക്ഷേ ആംബുലൻസ് ഡ്രൈവർമാരും നമ്മുടെ പോലീസും എല്ലാം വളരെ ഹെൽപ്പാണ്. അവർ തന്നെയാണ് എടുത്ത് ബോഡി ഫ്രീസറിലോട്ട് വെക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരെയും, പിന്നെ എല്ലാ കൂട്ടത്തിലും കാണും ചെറിയ പ്രശ്നങ്ങൾ. കഴിച്ചു നോക്ക്, കഴിക്കാം. കുറച്ച് തണുത്ത് കുട്ടികളൊക്കെ, ഈ മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഈ ബോഡി പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തി മരണപ്പെടുകയാണ്, ആ വ്യക്തിയുടെ ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള അവർക്ക് നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റായിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റോ മോർച്ചറി ആയിട്ടൊന്നും അനാട്ടമി ഡിപ്പാർട്ട്മെന്റുകാർക്കാണ് ഇത് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പിന്നെ നമ്മളെ മോർച്ചറിൽ വെച്ചിരിക്കുന്ന അൺക്ലെയിംഡ് ബോഡീസ് ഉണ്ട്.
അത് നമ്മൾ പോലീസിൻ്റെ NOC മേടിച്ചിട്ട് ഓക്കെ. അവർക്ക് പഠിക്കാൻ പറ്റുന്ന ബോഡിയാണെങ്കിൽ അവർ ഏറ്റുവാങ്ങാറുണ്ട്. ഈ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലായി. അല്ല, അത് നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റാണ് മോസ്റ്റ്ലി. ഇപ്പൊ ഏതെങ്കിലും കേസുകളിൽ പോലീസുമായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യം, ബോഡി ഐഡന്റിഫിക്കേഷൻ അങ്ങനെയൊക്കെ പോലീസ് ഏറ്റവും കൂടുതൽ മോർച്ചറിയിൽ നമ്മളെ ഹെൽപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പോലീസാണ്. കാരണം ആ ബോഡിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പോലീസാണ്. അപ്പോൾ ആ പോലീസ് ഇപ്പം ഒരു അൺനോൺ ബോഡി വന്നു കഴിഞ്ഞാൽ അവർ വന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്ത് പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പോലീസുകാർ. കാരണം അവർ ഒറ്റയ്ക്ക് വന്ന് നമ്മൾ തന്നെയാണ് ബോഡി എടുത്ത് കൊടുക്കുന്നത്, അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഈ അൺനോൺ ബോഡീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധുക്കളൊക്കെ വരുമായിരിക്കുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് പിണങ്ങി പോവുകയാണ്, ഒരു 20 വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ മരണം സംഭവിച്ച ആരെങ്കിലുമൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വരുന്നത്. അപ്പോൾ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള മൊമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഈ പറഞ്ഞ കണക്ക് 20 വർഷം 22 വർഷമായിട്ട് വീട്ടിൽ നിന്നൊക്കെ മാറിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ മൃതദേഹ ശരീരങ്ങൾ അവിടെ വരാറുണ്ട്. ചിലതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പോകാറുണ്ട്. അപ്പം മക്കളൊക്കെ വരുമ്പോൾ ചിലവർ വന്ന് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു മൃതശരീരം ഒരു കുറച്ച് ആദരവോടെ, നമ്മളൊരു ആദരവോട് നമ്മളത് സംസ്കരിക്കുമ്പോഴാണല്ലോ ഒരു ഇത് വരുന്നത്. പിന്നെ അതിനകത്ത് ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ ഏകദേശം 18 വർഷം മുമ്പ് അച്ഛനും കളഞ്ഞിട്ട് പോയതാണ്. പക്ഷെ അവര് വന്ന് ഏറ്റെടുക്കാൻ അവര് മനസ്സ് കാണിക്കുന്നതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ സ്വന്തം അച്ഛനും മക്കൾക്കും ഈ ഏറ്റെടുക്കാൻ പറ്റാതെ ഒരുപാട് ആളുകളുടെ മൃതശരീരങ്ങൾ സർക്കാർ ചെലവിൽ സംസ്കരിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലവർ വന്നിട്ട് ബോഡി വേണ്ടാന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പം നിസ്സാരമായി ഇപ്പം നമ്മളൊക്കെ എത്രയോ പൈസകളൊക്കെ അനാവശ്യമായിട്ട് കളയുന്ന ഒരുപാട് ആൾക്കാർ. അതിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം ചിലവർ പൈസ ഉള്ള ടീമുകളാണ്. പക്ഷേ അവർക്ക് അച്ഛനമ്മമാരുടെ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് പറയുന്ന ആളുകളുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെ അത് പിന്നെ നമ്മൾ പോലീസ് NOC വെച്ചിട്ട് നമ്മളെ തന്നെ മെഡിക്കൽ കോളേജ് തന്നെ സർക്കാർ ചെലവിൽ മറവ് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. കൊള്ളാമല്ലേ? സത്യം ഒരുപാട് എമ്പതി സംഭവങ്ങളുണ്ട് ഇതിന്റെ ബാക്ക് എൻഡിലല്ലേ. നമ്മുടെ ഈ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല. അതുപോലെ തന്നെയാണ് അവിടുത്തെ ജോലിയുടെ ഭാഗ്യം. കാരണം നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഈ മോർച്ചറിയിൽ ജോലി എന്ന് പറയുമ്പോൾ ഒരു ജോലിയില്ല. ചുമ്മാ ഇരുന്ന നമ്മളെ റേഡിയോ ജോക്കീസിനാണ് ചുമ്മാ മൈക്ക് ഓൺ ചെയ്തിട്ട് ബ്ലാ 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 പറഞ്ഞാൽ മതിയല്ലോ. അതിലെ പിന്നിലെ ഒരുപാട് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മോർച്ചറി തന്നെ ഞാൻ ഇപ്പോൾ ഇത്ര നമുക്ക് അവിടെ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമാണ്. അല്ല, നമുക്ക് അങ്ങനെ മോർച്ചറിയിൽ രാഷ്ട്രീയമില്ല, നമ്മൾ അതിനകത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആൾക്കാരും അവിടെ വരാറുണ്ട്. എല്ലാവരും ഒന്ന് നമ്മൾ വളരെ മാന്യമായിട്ട് പോകും. ചില ആളുകൾ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ജോലിയെ കുറച്ച് കാണിച്ചിട്ട് മനസ്സിലായി നാളെ മുതൽ നീ ഇവിടെ ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ദിവസം ഈ പറയുന്ന ആളുകൾ തിരിച്ച് നമ്മുടെ ഒരു എന്താ പറയുക യൂണിഫോം ഇട്ട് അവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അത് ഭയങ്കരമായിട്ട് കഷ്ടപ്പാടുള്ള പണിയാണെന്ന് അപ്പം മനസ്സിലാവും. ഈ IFFK ശവപ്പെട്ടി എന്ന് പറയുന്നൊരു പടമുണ്ട്, ഇപ്പം ഭയങ്കര സംസാര വിഷയമായ പടമാണ്. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഭീകര അടി, തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ അടി. അപ്പോൾ ഇവർ ഒരു ഐഡിയ കണ്ടുപിടിക്കുകയാണ്. അത് ആരാ കണ്ടുപിടിക്കുന്ന, ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് ഭർത്താവ് വന്ന് ഒരു ദിവസം വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഭാര്യ ചിരിച്ച് മറുപടി പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല അതുവരെ നടന്നിരുന്നത്. ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ മറുപടി പറയാൻ. സിനിമയുടെ കഥ മൊത്തത്തിൽ പറയുന്നില്ല, പക്ഷെ ഒരു ശവപ്പെട്ടി കാരണം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യ കണ്ടുപിടിച്ചാണ് ഒരു 3 ദിവസം ശവപ്പെട്ടിക്കകത്ത് എന്തോ ജോലിക്ക് കൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടന്ന് പുള്ളിക്കാരി ഓക്കെ ആയി തിരിച്ചു വന്നു. ഭർത്താവിനെ അതേപോലെ തിരിച്ച് ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാവും എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് കൊണ്ട് ശവപ്പെട്ടിക്കകത്ത് ഇടുകയാണ്. അപ്പോൾ ഒരു ശവപ്പെട്ടിക്കകത്ത് കിടന്നപ്പോൾ അവർക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായി. ശരിക്കും ഈ മോർച്ചറിക്കുള്ളിൽ ഈ ബോഡീസ് വെക്കുന്ന എന്താണ്, അതിനെന്താ പറയുന്നത്, ട്രേ. ആ ട്രേക്കകത്ത് എന്തൊക്കെയാണ് ശരിക്കും ഫെസിലിറ്റീസ് ഉള്ളത്, എന്തൊക്കെയാണ്? അല്ല, ട്രേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് ഇവിടെ തലയണൊക്കെ ഉണ്ടോ? അല്ലെ, ഒന്നുമില്ല, വെറും ഒരു ട്രേ മാത്രം, അത്രേ ഉള്ളൂ. സ്റ്റീൽ ട്രേ. നമ്മൾ ബോഡി അതിനകത്ത് എടുത്ത് വെക്കുന്നു,
അടയ്ക്കുന്നു. നമ്മൾ ആ തണുപ്പ് ടെമ്പറേച്ചർ അതിൽ ഓരോന്നിനും നമുക്ക് ടെമ്പറേച്ചർ അങ്ങനെ സെറ്റ് ചെയ്യാം. ഒരു ബോക്സിന് ഒരു ബോക്സിന് സെപ്പറേറ്റ് നമുക്ക് അതായത് 6 ബോഡിയാണ് ഒരു ചേമ്പർ. ഒരു ബോക്സിനകത്ത് 6 ബോഡി വയ്ക്കും. അങ്ങനെ 8 ബോക്സ് ഉണ്ട്. നമുക്ക് 48 ബോഡികൾ തിരുവനന്തപുരം മെഡിക്കൽ മുറിച്ച് സൂക്ഷിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം ശരിക്കും ഇപ്പം സർജിൻ വ്ളോഗ്സ് നമ്മുടെ പോഡ്കാസ്റ്റ് വന്നിട്ടുള്ള നാഗർകോവിലെ അവൻ ഇതേപോലെ ഒരു ശവപ്പെട്ടിക്കകത്ത് കിടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കടയിൽ നിന്ന് ശവപ്പെട്ടി വാങ്ങിച്ച് അവൻ്റെ നീളത്തിനുള്ള കുറച്ച് നേരം എങ്ങനെ ഉണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം. പിന്നെ നമ്മുടെ ഈ ചിലവരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അറിയുന്നില്ല. ഈ മോർച്ചറിയിൽ അപ്പം എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. നമ്മൾ അവിടെ മാത്രം മോർച്ചറിയിൽ ഒരു മതങ്ങളുടെയും ഒരു ജാതിയുടെയും ആചാരങ്ങൾ അവിടെ വെച്ച് ചെയ്യാൻ സമ്മതിക്കാറ്. പക്ഷെ അതില് എനിക്കെതിരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒറ്റ നിലപാടേ ഉള്ളൂ. മോർച്ചറിയിൽ ജാതിയില്ല, മതമില്ല, ഒറ്റ നിലപാടേ ഉള്ളൂ. എല്ലാവരും ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുപോവുക. എല്ലാവരുടെയും ആചാരങ്ങൾ ചെയ്യേണ്ടത് അവരവരുടെ സ്ഥലങ്ങളിലാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒരുപാട് വിമർശനം കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജോലി വരെ കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജ് അധികാരികൾ ഫുൾ സപ്പോർട്ടാണ്. സൂപ്പർ. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനെ സപ്പോർട്ടാണ്. അതൊക്കെ നമ്മൾ എപ്പോഴും അംഗീകരിക്കേണ്ട കാര്യമാണ്. കാരണം മോർച്ചറി സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആശുപത്രിയുടെ ഉന്നതാധികാരികൾ മുതൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഇതാണ്. ശരിക്കും ജീവനുള്ള ഒരാളിനെയാണോ ശരിക്കും പേടിക്കേണ്ടത്, അതോ നമ്മളെ ഇതേപോലെ ബോഡീസിനാണോ നമ്മൾ ജീവനുള്ള ആളെയാണ് പേടിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജീവിതം. സത്യം പറഞ്ഞാൽ അതാണ് മരണപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും സുഖമായി ഉറങ്ങാൻ പറ്റിയ സ്ഥലം മോർച്ചറിയാണെന്ന് പറഞ്ഞതാണ്. കാരണം ഒന്നും അറിയണ്ട, കുറച്ച് മൃതശരീരങ്ങളുടെ കൂടെ ഇപ്പോഴത്തെ റൂമിൽ കിടന്നാൽ മതി. എനിക്ക് തോന്നണം എന്തെന്നറിയാമോ, ഈ മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ ബാക്ക് സൈഡോ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പല ശബ്ദങ്ങൾ രാത്രി കേൾക്കാന്ന് പറയുന്നത്. എനിക്കങ്ങനെ ബോഡിക്ക് ഈ ബോഡി മോർച്ചറിയിൽ സമാധാനമായിട്ട് കിടക്കായിരിക്കും, പുറത്ത് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ പറ്റില്ല, സ്വത്ത് എനിക്കുള്ളതാണ്, ആ സാധനമായിരിക്കും മറ്റതിങ്ങേര് കേട്ടിട്ടുള്ളത് ചിലപ്പോൾ. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു വ്ളോഗറും അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടേക്കുന്നത്. ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ട്രോളിക്കൊണ്ടൊരു സാധനം ട്രോളായിട്ട് പോയി. ഭയങ്കര സംഭവം. അല്ല, അതിനകത്ത് ഒറ്റക്കാരേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഇപ്പൊ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എല്ലാ യൂട്യൂബർമാരെ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ അതിനകത്ത് ആദ്യമേ എങ്കിൽ അതിനെക്കുറിച്ചൊരു ക്ലാരിഫൈ കൊടുക്കണമായിരുന്നു. അത് ആദ്യമേ ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ആദ്യമേ കാരണം ഒരു പുതുതലമുറയിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ കാണുമ്പോൾ, കാരണം ഈ വ്ളോഗറിന്റെ തന്നെ ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ആള്, ആ വ്ളോഗർ ആദ്യമേ ചെയ്ത്, കാരണം ലാസ്റ്റ് വരെ എല്ലാവരും കാണണമെന്നില്ല അല്ലേ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ മോർച്ചറി എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ശബ്ദം കേൾക്കുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി ആദ്യത്തെ അവതരണം. ഏറ്റവും ലാസ്റ്റാണ് പറയുന്നത് ഞാൻ കിടന്നിട്ട് അതില്ല. പക്ഷെ എല്ലാവരും അത്രയും കാണണമെന്നില്ല. നമ്മുടെ പുതുതലമുറയിലുള്ള എല്ലാവരും വിശ്വസിക്കേണ്ടത് മോർച്ചറിയിൽ നിന്ന് ഏത് രാത്രി പോയിരുന്നാലും മോർച്ചറി ഇരുണ്ട മുറിയല്ല. മോർച്ചറി വന്ന് കാണാനുള്ളവർ കാണുക. മോർച്ചറിക്കകത്തുനിന്ന് ഏത് പാതിരാത്രി ഒരു ശബ്ദവും ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. ഞാൻ അവിടെ കിടന്നുറങ്ങി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, പുതുതലമുറ കാര്യങ്ങൾ കൃത്യമായി ശരിയാണോ എന്ന് തിരിച്ചറിയണം. ഒരു ശബ്ദവും മോർച്ചറിയിൽ നിന്ന് കേൾക്കത്തില്ല. ഇത് ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. കാരണം ആ വീഡിയോ കണ്ടവർക്കറിയാം. ലാസ്റ്റ് പുള്ളി പറയുന്നുണ്ട്, പക്ഷെ ലാസ്റ്റ് പറയുന്നില്ല. എല്ലാവരും ഒരു വീഡിയോയുടെ ആദ്യ അവസരം കാണണമെന്നില്ല. പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ ആദ്യം തോന്നിയത് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരം വന്നിട്ടുള്ളത്. പക്ഷെ അത് തിരുത്തപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് അല്ലേ. ഒരു കാര്യം കൂടെ, നമുക്ക് മോർച്ചറി വിസിറ്റ് ചെയ്യാൻ പറ്റൂ? മോർച്ചറിയുടെ ഫ്രണ്ടില്, നമ്മുടെ മോർച്ചറിയുടെ അത് ഫ്രണ്ടിലൊക്കെ വിസിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ അകത്തോട്ട് പോസ്റ്റ്മോർട്ടം നടക്കുന്നിടത്തൊന്നും ആരെയും കേട്ടതില്ല. ഈ നമ്മുടെ ട്രിവാൻഡ്രം മോർച്ചറി തന്നെയാണ് കേരളത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മോർച്ചറി. അല്ല, അവിടുത്തെ ജീവനക്കാരെന്നുള്ളത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. സ്വാഭാവികമായിട്ട് പറയണമല്ലോ. പിന്നെ മറ്റൊരു കാര്യം, കേരളത്തിലെ ഏത് മോർച്ചറിയും എല്ലാവരും ചെന്ന് പരിശോധിക്കണം.
പൊതുജനങ്ങൾക്ക് അറിയാമല്ലോ, പൊതുജനങ്ങളല്ല ചാനലുകാരും അന്വേഷിക്കണമല്ലോ. പക്ഷെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ ഇതൊക്കെ കണ്ടിട്ട് പലരും മോർച്ചറിയുടെ ഒരു മോർച്ചറി വരെ തുടങ്ങിയാലോ എന്ന് അതെ അതെ അങ്ങനെ മോർച്ചറിയുടെ രൂപം മാറണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലരും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പറയുന്ന കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു ബഹുമാനം തോന്നുന്നുണ്ട് നിങ്ങളോട്. വല്ലാത്തൊരു എന്താ പറയാ, ഒരു ആരാധന. ലൈക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും അഡ്മയർ ചെയ്യാനുള്ള ഒരു മനസ്സ് വേണമല്ലോ. അപ്പൊ എനിക്ക് നിങ്ങളോട് എന്തോ ഒരു ഹാറ്റ്സ് ഓഫ്, ഇത്രയും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റിൽ വിളിച്ചതും ഒരു പാവപ്പെട്ട കണ്ണൻ ബ്രോ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും നേരം സംസാരിച്ചപ്പോൾ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. പിന്നെ എന്താ പറയണ്ടേ, നിങ്ങൾ വിളിച്ചതിൽ വളരെ വളരെ വളരെയധികം സന്തോഷം. ഇതൊരു ഇന്റർവ്യൂ അല്ല ബ്രോ, നമ്മളിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഞാനും വളരെ വന്നപ്പം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളോട് സംസാരിച്ചപ്പം അതെല്ലാം മാറി. പിന്നെ ഒരു കാര്യം കൂടി, ഞാനിപ്പം ഇങ്ങനെ ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് സംസാരിക്കാൻ എനിക്ക്, ഞാൻ മോർച്ചറിയിലെ ജീവനക്കാരൻ എന്ന നിലയിലാണ്. ആ മോർച്ചറിയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വളരെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ മോർച്ചറിയുടെ നമ്മുടെ തൊട്ട് മേളിലുള്ള എൻ്റെ സെക്യൂരിറ്റി ഓഫീസർ, അതിന് മേളിൽ മെഡിക്കൽ കോളേജ് RMO, ഡെപ്യൂട്ടി സൂപ്രണ്ട്, നിലവിലുള്ള സൂപ്രണ്ട്, എല്ലാവരും, മുൻകാല സൂപ്രണ്ടുമാർ ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു കൃത്യമായ പിന്തുണ. കാരണം എന്തുകൊണ്ട് ഒരു മോർച്ചറിയിൽ മാറ്റം വരണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഡോക്ടർ ശർമ്മ സാർ, ഡോക്ടർ നിസാൻ സാർ, ഡോക്ടർ സുനിൽകുമാർ സാർ, ഇപ്പോഴത്തെ സൂപ്രണ്ട് ജയേന്ദ്ര സാർ തുടങ്ങി RMOമാരായ നമ്മുടെ പഴയ മോഹൻറോയ് സാറ്, അറിയാം മോഹൻറോയ് സാറ്, പിന്നെ ഇപ്പോഴത്തെ RMO അനൂപ് സാറ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ. പോരാഞ്ഞിട്ട് ഫോറൻസിക്കിന്റെ HOD, അതായത് മുൻകാല HODമാർ ഉൾപ്പെടെ, ഇപ്പോഴത്തെ രഞ്ജു സാറ്, പിന്നെ അവിടുത്തെ നമുക്ക് ചുമതലയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കാരണം നമ്മുടെ എല്ലാവരും പറയണം, അപ്പം വിചാരിക്കും മോർച്ചറി എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന അറ്റൻഡർമാരുൾപ്പെടെ ഒരുപാട് പേര്. എൻ്റെ സഹപ്രവർത്തനായ നമ്മുടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, പുള്ളി എക്സ് മിലിറ്ററിയാണ്, പുള്ളി ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയാണ് മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ നമ്മളവിടെ കുറേ മാറ്റങ്ങൾ വരുത്തി. അത് ഞാൻ പറഞ്ഞേ, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇന്നോ നാളെയോ മോർച്ചറിയിൽ നിന്ന് ഞാൻ മാറാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ തുടർന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അടുത്ത ഒരു വ്യക്തി ഏറ്റെടുത്തിരുന്നാലും ഇത് ഭംഗിയായി നടന്നു പോകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണുള്ളത്. പിന്നെ എന്നെ വിളിച്ച നിങ്ങളെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, വൈൻഡ് അപ്പ്.